കണ്ണൂർ താവക്കര ശ്രീ വലിയ വളപ്പുകാവ് മഹോത്സവം തുടരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ക്ഷേത്രോത്സവത്തിന് തുടക്കമായത്. ഇന്നും നാളെയും മറ്റന്നാൾ പകലുമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. വലിയ വളപ്പുകാവ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിൽ അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അന്നദാന പന്തലിലെത്തി സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്നത്. താവക്കര ശ്രീ വലിയ വളപ്പുകാവിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് താവക്കര വലിയ വളപ്പുകാവ് വികസന സമിതി വർഷങ്ങളായി നടത്തിവരുന്ന അന്നദാനം ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച അന്നദാനം ഏകദേശം രാത്രി 12 മണി വരെ നീണ്ടു. അതോടൊപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ അന്നദാനം വീണ്ടും ആരംഭിച്ചു. 12 മണിക്ക് ഉച്ചയ്ക്ക് ആരംഭിച്ച അന്നദാനം ഏകദേശം 3 മണി വരെ നമ്മുടെ അന്നദാനത്തിന് ആളുകൾ ഇങ്ങനെ ക്യൂവിൽ നിന്നിരിക്കുകയാണ്. ഈ വികസന സമയത്ത് സംബന്ധിച്ചിടത്തോളം ഈ അന്നദാനം നമ്മൾ നടത്തുന്നതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുകകൾ സ്വരൂപിച്ച് ആണ് ഞങ്ങൾ ഈ വികസന സമിതി അന്നദാനം നടത്തുന്ന ഈ സ്ഥലം 22 സെൻറ്റ് സ്ഥലം വാങ്ങി കാവിൽ സമർപ്പിച്ചത്. ഒരു വലിയ അഭിമാനമായി ഞങ്ങൾ കാണുകയാണ്. വികസനത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള തരത്തിൽ വളരെ അഭിമാനമായി നമ്മളിത് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾക്ക് ജനങ്ങളുടെ നിർലോഭമായ സഹകരണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. നാളെ രാത്രിയും 7 മണിക്ക് അന്നദാനം ആരംഭിക്കും. നാളെ രാത്രിത്തെ അന്നദാനത്തോട് നമ്മുടെ 3 ദിവസത്തെ അന്നദാനം വളരെ ശുഭകരമായ സമയത്ത് കരുതുകയാണ്. ഇത് മാത്രമല്ല, ഇനി നമുക്ക് കാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പദ്ധതികൾ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ വാടക കൊടുക്കുന്ന അന്നദാന പന്തലുകൾ സ്ഥിരമായ അന്നദാന പന്തലിലേക്ക് ഞങ്ങൾ ആയി മുന്നോട്ട് പോകാനായിട്ട് പ്രവർത്തനമായി. അതുപോലെ തന്നെ നമ്മുടെ ഈ വാങ്ങിച്ച സ്ഥലത്തിനുള്ള ചുറ്റുമതിൽ, ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ സാധ്യത ഉദ്ദേശിക്കുന്നത്. നാഗത്തറ, അതുപോലെ തന്നെ ഗുളികന്തറ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഞങ്ങളിപ്പോൾ വാങ്ങിച്ച സ്ഥലത്താണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടി ജനങ്ങളെ അറിയിക്കാം. കാരണം നമുക്കത് ഒരു ഭക്തി നിർഭരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയുക. തിങ്കളാഴ്ച വൈകുന്നേരമാണ് കാവിൽ നിന്നിറങ്ങൽ ചടങ്ങ്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.